വരമാല പ്രിസർവേഷൻ ചെയ്യാനായിട്ട് ഇതുപോലെ കളറുള്ള ഫ്ലവേഴ്സ് കിട്ടുന്നത് പലപ്പോഴും കുറവാണ്. നമ്മളടുത്ത് എൻക്വയറി ചെയ്യുന്ന സമയത്ത് പലപ്പോഴും കസ്റ്റമറുടെ ഫ്ലവേഴ്സ് ഒന്നുകിൽ 1 മന്ത് 2 മന്ത് 6 മന്ത് ഒക്കെ ആയിട്ടുണ്ടാവും. ചിലതൊക്കെ 1 ഇയർ 2 ഇയർ ആയതൊക്കെ നമ്മൾ പ്രിസർവ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാർക്കും അറിയില്ല ഇത് എങ്ങനെയാണ് എടുത്തു വെക്കേണ്ടത്, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് എടുത്തു വെക്കേണ്ടതെന്ന് കൂടുതൽ ആൾക്കാർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ എൻക്വയറി ചെയ്യുന്ന സമയത്ത് അവരുടെ മാല പലപ്പോഴും ഫംഗസ് വന്നിട്ടുണ്ടാവും, കൂടുതൽ ഡ്രൈ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കളർ ഔട്ടായിട്ടുണ്ടാവും. അപ്പോൾ നല്ല കളറോട് തന്നെ നിങ്ങളുടെ വരമാല പ്രിസർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ 1-2 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ മാലയിലെ ഫ്ലവേഴ്സ് മൊത്തം പെറ്റൽസ് ആക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ന്യൂസ് പേപ്പറിൽ സ്പ്രെഡ് ചെയ്തിടുക. കൂടുതൽ പേര് മാല അതുപോലെ വെക്കുന്നതുകൊണ്ട് തന്നെയാണ് ഫ്ലവറിൻ്റെ കളർ ഔട്ടാവുന്നു അല്ലെങ്കിൽ ഫംഗസ് വരുന്നതൊക്കെ. അപ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും ഫ്ലവേഴ്സ് പ്രിസർവ് ചെയ്യാനുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുക കല്യാണം കഴിഞ്ഞതിന് ശേഷം. അതുമാത്രമല്ല, കല്യാണം കഴിക്കാൻ പോകുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.